യേശു കർത്താവിനോട് കൂടെ 2 കള്ളന്മാരെയും ക്രൂശിച്ചു, ഒരാളെ ഇടതും ഒരാളെ വലതും. അതിലൊരു കള്ളൻ യേശു കർത്താവിനോട് പറഞ്ഞു, നീ സാക്ഷാൽ ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് നിന്നെ വിടുവിക്കുക, ഞങ്ങളെ വിടുവിക്കുക. മറ്റേ കള്ളൻ ഈ കള്ളനെ ശകാരിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മൾ സ്വയമായി കുറ്റം ചെയ്തിട്ടതിൻ്റെ ഫലമായിട്ടാണ് ഈ ക്രൂശിൽ കിടക്കുന്നത്, ഇവനോ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. തിരിഞ്ഞ് കർത്താവിനെ നോക്കി ആ കള്ളൻ പറഞ്ഞു, കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണേ. ഇതേപോലെയാണ് നമ്മളിൽ പലരും. നമ്മുടെ പ്രാർത്ഥന മുഴുവൻ ഈ ലോകത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കേണ്ടതിന് വേണ്ടിയാണ്. ഒരു കള്ളൻ പ്രാർത്ഥിച്ചത് ഈ ലോകത്തിലെ വിടുതലിന് വേണ്ടിയാണ്. നീ ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ, നിന്നെ വിടുവിക്ക്, എന്നെ വിടുവിക്ക്. എന്നാൽ മറ്റേ കള്ളൻ പ്രാർത്ഥിച്ചത്, അവൻ കള്ളനായിരുന്നാലും ക്രൂശിൽ കിടന്നപ്പോൾ, ക്രിസ്തുവിനെ കണ്ടപ്പോൾ, ക്രിസ്തുവിൻ്റെ ഇടപാടുകളെ കണ്ടപ്പോൾ അവൻ്റെ മനോഭാവത്തിന് വ്യത്യാസം വന്നു. അവൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ ക്രൂശിൽ ഞാൻ കിടക്കുന്നത് ഞാൻ ചെയ്ത ശിക്ഷയുടെ ഫലമായിട്ടാണ്. എന്നിട്ട് കർത്താവിനോട് പറയാണ്, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഒന്ന് ഓർക്കണം. ആ വാക്കിൻ്റെ ഉള്ളിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. അവൻ കർത്താവിനോട് പറയാണ്, കർത്താവേ, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്. ഞാൻ ഇതുവരെ ചെയ്ത എൻ്റെ ഒരു പ്രവൃത്തിയും എന്നെ സ്വർഗരാജ്യത്തിൽ എത്തിക്കത്തില്ല. എന്നാൽ ഞാൻ വിശ്വസിക്കുകയാണ്, നിനക്ക് എന്നെ സ്വർഗരാജ്യത്തിൽ, നിത്യരാജ്യത്തിൽ എത്തിക്കാൻ കഴിയും. നമ്മൾ ഈ ലോകത്ത് പ്രാർത്ഥിക്കുന്ന പല പ്രാർത്ഥനയും താൽക്കാലികമായി ഒരു സമാധാനവും ഒരു ആശ്വാസവും ഒരു പക്ഷേ നമുക്ക് നൽകിയിരിക്കാം. എന്നാൽ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ ഒന്നുകൂടെ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. നമ്മുടെ പ്രാർത്ഥന എപ്പോഴെങ്കിലും നിത്യരാജ്യത്തെക്കുറിച്ചൊരു പ്രാർത്ഥന അതിലുണ്ടോ എന്ന്. ആ ക്രൂശിലെ കള്ളൻ പ്രാർത്ഥിച്ചതുപോലെ, കർത്താവ്, ഈ ലോകത്തിലല്ല, എന്നെ നിത്യതയിൽ എത്തിക്കുവാൻ തക്കോണം നീ മതിയായവനാണ്. എനിക്കറിയാം എന്നെ നിത്യതയിൽ എത്തിക്കാൻ നിനക്ക് കഴിയുമോ. കർത്താവെ, എന്നെയും കൂടെ ഒന്ന് ഓർക്കണമേ. ഓരോ പകൽക്കാലവും നമ്മുടെ പ്രാർത്ഥിച്ച് എഴുന്നേൽക്കുമ്പോൾ ദൈവത്തോട് പറയണം, കർത്താവെ, എന്നെയും കൂടെ ഒന്ന് ഓർക്കണമേ. നമ്മളെ ഓർക്കുന്ന ദൈവമാണ്. പ്രാർത്ഥിച്ച് നമ്മുടെ ദിവസം ആരംഭിക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയോടുകൂടെ കർത്താവിൻ്റെ കരം പിടിച്ച് നമ്മൾ നടക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെയും നിങ്ങളെയും കർത്താവ് ഓർക്കുന്ന ദൈവം. ഈ ജീവിതത്തിൽ ഈ ലോകത്തിലെ സാഹചര്യങ്ങൾക്ക് നിന്ന് മാത്രം വിടുവിക്കുന്ന ഒരു ദൈവമല്ല, മരണത്തിനും അപ്പുറം നമ്മളെ നിത്യരാജ്യത്തിൽ, സ്വർഗരാജ്യത്തിൽ, ഒരിക്കലും മരണമില്ലാത്ത രാജ്യത്തിൽ അവൻ നമ്മളെ ചേർക്കും. ഗോഡ് ബ്ലെസ് യു ഓൾ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.